نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحابه الأخيار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. وقال الله تعالى أيضا: واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا. صدق الله العلي العظيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. وقال رسول الله صلى الله عليه وسلم: كل الذنوب يؤخر الله منها ما شاء إلى يوم القيامة إلا عقوق الوالدين، فإن الله يعجله لصاحبه في الحياة قبل الممات. الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة والسلام على رسول الشفيع والحبيب العربي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സർവാദരണീയരായ ഈ മഹലിന്റെ നാഡീസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ ബഹുമാനപ്പെട്ട ഖത്തീബ് അബ്ദുൽ ലത്തീഫ് ഫൈലി ഉസ്താദ് അവറുകളെ, പരിസര മഹൽ പ്രദേശങ്ങളിലെയും
ഈ മഹലിന്റെയും കർമ്മസജ്ജരായ ഭാരവാഹികളെ, നല്ലവരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ പത്തിലെ വെള്ളിയാഴ്ച ദിവസമാണ് നാം സംഗമിച്ചിട്ടുള്ളത്. ഈ സംഗമം അല്ലാഹു ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗം നേടാൻ സാധ്യമാകുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു ഇതിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഖബറിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ ഏതെങ്കിലും തരത്തിലുള്ള അദാബ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട്, വിശുദ്ധമായ റമളാനിന്റെ ബർക്കത്തുകൊണ്ട് ആ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിലുള്ള അദാബിനെ അല്ലാഹു തട്ടിമാറ്റുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഉപ്പാനെ ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കളെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നലത്തെ പോലെ 12:45 വരെ നീട്ടിക്കൊണ്ടുപോവാൻ സാധ്യമല്ല. വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ആമുഖങ്ങളൊന്നുമില്ലാതെ മാതാവിന്റെ മഹിമ എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വിഷയം പൂർണ്ണമായും കാലോചിതവും സമയോചിതവുമാണ്. കാരണം സ്വന്തം ഉമ്മാനെ പോലും വെറുപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന സന്തതികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വളരെ അഭിശബ്ദമായ ഒരു കാലഘട്ടത്തിലാണ് നാമൊക്കെ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വന്നൊരു വാർത്ത നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും. കാഞ്ഞങ്ങാടുള്ള ഒരു പെണ്ണ്, കാഞ്ഞങ്ങാട് പ്രദേശത്തോ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഒരു മകൾ തന്റെ ഉമ്മയെയും കൂട്ടിയിട്ട് ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ എത്തിയിട്ട് ആ ഉമ്മാനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ആ മകൾ മുങ്ങി എന്നാണ് നമുക്ക് പത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞ വാർത്ത. പിന്നീട് അവിടെയുള്ള നൈസുമാറും മറ്റു സാമൂഹ്യ പ്രവർത്തകരുമാണോ ആ ഉമ്മാന്റെ ചികിത്സക്ക് ആവശ്യമായ പണം, ആ ഉമ്മാന്റെ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം പോലും സാമൂഹ്യ പ്രവർത്തകരാണ് അവരുടെ കീശയിൽ നിന്ന് എടുത്തു കൊടുത്തതെങ്കിലും സ്വന്തം ഉമ്മാക്ക് വേണ്ടി പണം ചെലവഴിക്കാനുള്ള മടി കാരണം, ഉമ്മാക്ക് വേണ്ടി തന്റെ കീശയിൽ നിന്ന് 10 രൂപ എടുത്തു കൊടുക്കാനുള്ള അലസത കാരണം ആ സ്വന്തം മകൾ ഉമ്മാനെ ഹോസ്പിറ്റലിൽ തനിച്ചാക്കിയിട്ട് പോയി കളയുകയാണ്. അങ്ങനെയുള്ള വാർത്തയാണ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നാമൊക്കെ പത്രത്തിൽ വായിച്ചതെങ്കിൽ സ്വന്തം ഉമ്മയോട് പോലും ക്രൂരമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മാനെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുകയാ, ഉമ്മാനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഉമ്മ ഈ മകളെ ചെറിയ പ്രായത്തില് പോറ്റി വളർത്താൻ വേണ്ടി എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടോ, എത്ര പണം ചെലവഴിച്ചിട്ടുണ്ടോ, സ്വന്തം ആരോഗ്യത്തെ പോലും മാറ്റിവെച്ചിട്ട് തന്റെ മകളുടെ രോഗ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ടാകും ഈ ഉമ്മ. പക്ഷെ ഈ ഉമ്മാക്ക് പ്രായം ചെന്നപ്പോ, ഉമ്മാക്ക് നടക്കാൻ വയ്യാതെ വന്നപ്പോ, ഉമ്മായുടെ മുഖം ചുളിഞ്ഞപ്പോ, ഉമ്മായുടെ ശരീരത്തിന് തളർച്ച വന്നപ്പോ, ശാരീരികമായ ക്ഷീണം വന്നപ്പോ, ഉമ്മായുടെ രോഗ ചികിത്സക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ പോലും ഈ മകൾ തയ്യാറാവുന്നില്ല എങ്കിൽ എത്ര ഗുരുതരമാണ് ഇതിന്റെ വിഷയം. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. മാതാവിന്റെ മഹിമ എന്ന് പറയുമ്പോ മാതാവിനോളം മഹിമയുള്ളത് വേറൊന്നില്ല. ആ ഉമ്മയോടുള്ള സ്നേഹം, അതാണ് നമ്മുടെ മനസ്സിൽ വല്ലാത്ത സങ്കടത്തിന്റെ നെരിപ്പോടുകൾ ഉണ്ടാക്കി തുറക്കുന്നത്. ഉമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനെന്തെന്നില്ലാത്തൊരു കുളിരാ, മനസ്സിനെന്തെന്നില്ലാത്തൊരാവേശമാ. ഇനി ഉമ്മ, ആ ഉമ്മ എന്നുള്ള വാക്ക് തന്നെ സ്നേഹത്തിന്റെ മറ്റൊരു പ്രതീകമാണ്. സ്നേഹത്തിന്റെ ആൾ രൂപമാണ് മാതാവ്. ഉമ്മ
ഉമ്മ എന്നതിന്റെ മറ്റൊരു വാക്ക് പറയാൻ പറഞ്ഞാൽ അതല്ല എങ്കിൽ സ്നേഹത്തിന്റെ പര്യായ പദം ഏതെന്ന് ചോദിച്ചാൽ സ്നേഹത്തിന്റെ പര്യായ പദം ഉമ്മ എന്നാണ്. ഉമ്മായുടെ പര്യായ പദം സ്നേഹമെന്നാണ്. അത്രമേൽ സ്നേഹം ഈ ഉമ്മ എന്ന പദവുമായി ഇഴചേർന്നിരിക്കുകയാണ്. ഉമ്മയോളം സ്നേഹം പകർന്നു തരാൻ നമുക്ക് വേറൊരാളുമില്ല. ഉമ്മയോളം നമ്മെ സ്നേഹിക്കാൻ ഒരാളില്ല. ഉമ്മയോളം നമ്മോട് ചിരിച്ചത് വേറൊരാളുമല്ല. ഉമ്മയോളം നമ്മോട് തമാശ പറഞ്ഞിട്ട് വേറൊരാളും കടന്നു വന്നിട്ടില്ല. ഉമ്മയോളം നമ്മെ സ്നേഹിക്കാൻ വേറൊരാൾക്കും സാധ്യവുമല്ല. ഉമ്മ വല്ലാത്തൊരു മനസ്സിന് വല്ലാത്ത ആവേശവും സന്തോഷവും ആനന്ദവും നൽകുന്ന ഒന്നാണ്. ഉമ്മയോളം സ്നേഹിക്കാൻ വേറൊരാൾക്കും സാധ്യമല്ല. ചിലപ്പോൾ നമ്മളൊക്കെ ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടിക്ക് പോയിട്ടോ രാത്രി വീട്ടിലേക്ക് എത്താൻ താമസിച്ചു കഴിഞ്ഞാൽ 12 മണിയും 1 മണിയുമായിട്ടുണ്ടാകും. ആ വീടിന്റെ വരാന്തയിലേക്ക് രാത്രി കടന്നു പോകുമ്പോ നമ്മുടെ ഭാര്യ സുഖകരമായി കിടന്നുറങ്ങുന്നുണ്ടോ? മക്കള് കഥയറിയാതെ അന്തം വിട്ട് കിടന്നുറങ്ങുന്നുണ്ടോ? എന്നാൽ ഉറങ്ങാതെ ആ പൂമുഖവാതിൽക്കൽ രാത്രിയിൽ പോലും കാത്തു നിൽക്കുന്ന, കണ്ണടക്കാതെ കണ്ണുകൾ തുറന്നു പിടിച്ചു നിൽക്കുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ ഉമ്മയാണ്. ഉമ്മാക്ക് കിടന്നിട്ടുറക്കം വരുന്നില്ല. ഈ മകൻ 12 മണിക്കും 1 മണിക്കും കയറി വരുമ്പോ ഉമ്മ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നിട്ട് മകന്റെ അടുത്തേക്ക് വരികയാ. എന്താ മോനെ താമസിച്ചതോ? ഒന്ന് നേരത്തെ വന്നൂടെ എന്ന് പറയുകയാണ്. സ്നേഹത്തിന്റെ ശാസനയാണ്. സ്നേഹത്തോടെയുള്ള ദേഷ്യം പിടിക്കല. മകനോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, മകനെ കാണാത്ത ആദിയാണ്. ഈ ഉമ്മ നേരം പറഞ്ഞിട്ട് ഉമ്മാനോട് മകൻ ചോദിക്കുകയാണ്, ഉമ്മ ഉറങ്ങിക്കൂടായിരുന്നോ? എന്തിനാ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞതോ? അമ്മ അന്നേരം പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ കിടന്നിട്ടുറക്കം വരുന്നില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല എന്ന് ഉമ്മ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മോനെ, എന്താ ഉമ്മാക്ക് ഉറക്കം വരാത്തതെന്നറിയോ? ഉമ്മ ഉറക്ക ഗുളിക കുടിക്കാത്തതിന്റെ പേരിലല്ല, ഉമ്മാക്ക് ക്ഷീണമില്ലാത്തതിന്റെ പേരിലല്ല, ഉമ്മാക്ക് സത്യത്തിൽ ഉറക്കം വരാത്തതിന്റെ പേരിലുമല്ല. പിന്നെ ഉമ്മായുടെ മനസ്സിൽ ആദിയാ, ഉമ്മായുടെ മനസ്സിൽ വ്യാധിയാ, ഉമ്മായുടെ മനസ്സിൽ ആകുലതകളാ, ഉമ്മായുടെ മനസ്സിൽ വെപ്രാളമാ, ഉമ്മായുടെ മനസ്സിൽ വിഭ്രാന്തിയാ. എന്റെ മോന് 12 മണിയായിട്ടും കാണുന്നില്ലല്ലോ, എന്റെ മകനെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു ആ ഉമ്മാക്ക് ഉറങ്ങാൻ സാധ്യമാകുന്നില്ല. ഇതാണ് ഉമ്മയുടെ അവസ്ഥ. ഇതാണ് ഉമ്മയുടെ അവസ്ഥ. വേദനിക്കുകയാണ്, ഉമ്മ സങ്കടപ്പെടുകയാണ് മകനെ ഒരു നേരം കാണാതിരിക്കുമ്പോ. മാത്രമല്ല, വിദേശത്തേക്ക് പോകുന്ന സമയം ചില ഉപ്പമാരും ഉമ്മമാരും സങ്കടം ഒതുക്കി വെക്കുകയാണ്. ആ മകൻ ഇങ്ങനെ പോകുന്നത് വരെ ചിലപ്പോൾ ഭർത്താവ് വിദേശത്തേക്ക് പോകുമ്പോ ആ സമയത്ത് ഭാര്യ പൊട്ടിക്കരയുകയാണ്. പക്ഷെ ഉമ്മ കരയുന്നില്ല. ഉമ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നില്ല. മകന്റെ ധാരണ എന്താ? എന്റെ ഭാര്യക്ക് എന്നോട് എത്ര സ്നേഹമാ. ഞാൻ പോകുന്നതെന്നറിഞ്ഞപ്പോ, ഞാൻ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോ എന്റെ ഭാര്യതാ പൊട്ടിക്കരയുകയാ. എന്നോടുള്ള വിരഹദുഃഖം താങ്ങാൻ കഴിയാതെ, എന്നോടുള്ള സ്നേഹത്തിന്റെ ഭാരം കാരണം എന്റെ ഭാര്യ പൊട്ടിക്കരയുകയാ. വേറൊരാളും കരയുന്നില്ല. ഉമ്മ കരയുന്നില്ല, ഉപ്പ കരയുന്നില്ല, മക്കള് കരയുന്നില്ല. എന്റെ ഭാര്യക്ക് എന്നോട് എന്തൊരു സ്നേഹമാ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരാ, നീ വിദേശത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് ഇറങ്ങലോടെ, കൺവട്ടത്ത് നിന്ന് നീ അങ്ങ് മായലോടെ ആ ഉമ്മ അകത്തളങ്ങളിൽ ചെന്നിട്ട് പൊട്ടിക്കരയുകയാ. ഉമ്മ വിതുമ്പുകയാ, ഉമ്മ പ്രയാസപ്പെടുകയാ. അപ്പോൾ നീ ചോദിക്കുമെന്തേ എന്റെ ഭാര്യ കരയുന്ന സമയത്തോ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്റെ ഉമ്മ എന്താ കരയാതിരുന്നത്? അറിയണേ പ്രിയപ്പെട്ടവരെ, ഉമ്മാന്റെ സ്നേഹം ആ സമയത്ത് നിന്റെ ഉമ്മ കരയാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഉമ്മാക്കറിയാമായിരുന്നു, ഞാൻ ആ നേരത്ത് കരഞ്ഞാൽ അത് വിദേശത്ത് പോകുന്ന എന്റെ മോന് വിഷമമായി പോകുമോ, എന്റെ മോന് പ്രയാസകരമായി
പ്രയാസകരമായി പോകുമ്പോ ഇറങ്ങുന്ന നേരത്ത് മനസ്സ് വേദനിക്കണ്ട, മനസ്സ് സങ്കടപ്പെടണ്ട എന്ന് കരുതിയിട്ടാ നിന്റെ ഉമ്മ ആ നേരത്ത് കരയാതിരിക്കുന്നത്. അത്രയും സ്നേഹം ആ ഉമ്മാന്റെ മനസ്സിൽ ഒതുക്കി നിൽക്കുകയാണ്. കുന്നോളം സങ്കടം ആ മനസ്സിലുണ്ടായിരുന്നിട്ട് പോലും അത് ഒതുക്കി വെച്ചു വിതുമ്പി ഒതുക്കി വെച്ച് നിൽക്കുകയാണ്. അത് ആ മകനോടുള്ള ഉമ്മാന്റെ സ്നേഹമാണ്. ഉമ്മയോളം സ്നേഹിക്കാൻ, ഉമ്മയോളം സ്നേഹം പകർന്നു തരാൻ ഒരാൾക്കും സാധ്യമല്ല. സ്നേഹത്തിന്റെ ഒരു പ്രതീകം, സ്നേഹത്തിന്റെ ഒരു സാമ്രാജ്യം. പക്ഷെ ആ ഉമ്മാക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളതും അത് തന്നെയാണ് സ്നേഹം. ഉമ്മാക്ക് തിരിച്ചു കൊടുക്കാനുള്ളതും സ്നേഹമാണ്. ഭാര്യക്ക് ചിലപ്പോൾ പണത്തിന്റെ ആവശ്യമുണ്ട്, മക്കൾക്കും പണത്തിന്റെ ആവശ്യമുണ്ട്. എടുത്ത് ഒരു കൗതുക